എന്താണ് ഞങ്ങളുടെ മാഡത്തിന് പറയാനുള്ളത്? ഇതുവരെയുള്ള ഡ്രൈവിംഗ് നമ്മുടെ കഴിയാണ്. മാഡത്തിന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. First of all, I am very happy. Heart-content congratulations to my trainer. First of all, കാരണം എനിക്കൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെയുണ്ട് 8 വെച്ചൊക്കെ എടുത്തിട്ട്? 8 വെച്ചിട്ട് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ബൈക്ക് ഓടിക്കില്ലാത്ത ഞാൻ ഇവിടെ നന്നായിട്ട് ബൈക്ക് പഠിച്ചു. നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ വണ്ടി ഓടിക്കാൻ കോൺഫിഡന്റ് ആയില്ലേ? ബൈക്ക് ഓടിക്കാൻ ഒരു ഇതായില്ലേ? വണ്ടി ഓടിക്കപ്പോൾ കോൺഫിഡൻസ് ആയി. ആശാന്റെ സപ്പോർട്ടും ജോസഫ് സാറിന്റെയും അവരുടെ ചേച്ചിയുടെ സപ്പോർട്ടും ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഓക്കെ. ഇപ്പൊ ബൈക്കിന് വേറെ വിഷയമൊന്നുമില്ലല്ലോ? 8 നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല പുള്ളിക്ക്. എച്ചും ഓക്കെ അല്ലേ? അപ്പൊ സെറ്റല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട്? പാസ്സായില്ലേ? 8 വെച്ചോ? ഞാനും ഇതിനും വളരെയധികം ആത്മാർത്ഥതയോടെ കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടിന്റെ ഒരു ഔട്ട്പുട്ട് ഇന്ന് രാജേന്ദ്രനോട് പ്രകടമായി. അത് അവിടെ ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും ആശ്ചര്യത്തോടെ വീക്ഷിക്കുകയും രാജേന്ദ്രൻ അത് വളരെ നല്ല രീതിയിൽ തന്മയത്തോടെ എടുക്കുകയും ചെയ്തു. അതിൽ രാജേന്ദ്രൻ ഏറ്റവും കൂടുതൽ മിഥുനോടും അതിനുശേഷം എന്നോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എന്നെ വളരെ നന്ദിയോടെ എന്നോട് പറയുകയും ചെയ്തു. എങ്ങനെയുണ്ട് വന്നിട്ട്? കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? സന്തോഷമായോ? ഉറപ്പല്ലേ? ഓക്കെ ഏട്ടാ. ജോസഫേട്ടാ എങ്ങനെയുണ്ട്? രാജേട്ടൻ ഓക്കെ അല്ലേ? ടെസ്റ്റ് പാസ്സായില്ലേ ഇന്ന്? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. പഠനങ്ങളുടെ വിജയമാണ് നമുക്ക് ഈ സംഗതി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. പിന്നെ പ്രായമൊക്കെ ആയെങ്കിലും ഉത്സാഹം കുറച്ച് കാണിച്ചുകൊണ്ട് നമുക്കിതിൽ വിജയിക്കാൻ പറ്റി. പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലായിരുന്നു? പഠിപ്പിച്ചൊക്കെ ഹാപ്പി അല്ലേ? അതെ, പഠിച്ച കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഹാപ്പിയായിരുന്നു. പിന്നെ ഒരു വിജയം പറ്റുമോ എന്നൊരു ധൈര്യക്കുറവ് തോന്നിയെങ്കിലും അത് കൂട്ടാക്കാതെ മുമ്പോട്ട് പോകാനും വിജയിച്ചു. അതിൽ സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. അപ്പൊ ഓക്കെ അല്ലേ? അതെ. അപ്പൊ എല്ലാവരോടും ഒന്ന് പറയാം കേട്ടോ.